ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവമാത ഓർഫനേജുമായി ബന്ധപ്പെട്ട കുറേയധികം അലിഗേഷൻസ് ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം അത് പോക്സോ കേസിലേക്ക് വരെ എത്തി. ഇപ്പം അവിടെ താമസിച്ചിരുന്ന അന്തേവാസികളായിട്ടുള്ള ആൾക്കാർ, കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പലതരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള സത്യങ്ങളുമാണ് പുറത്തേക്ക് വന്ന് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഞെട്ടലാണ്, ഒരു ആദിയാണ്, പേടിയാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. CWC ചെയർമാനെ അടക്കം മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്ക് അത് എത്തണമെങ്കിൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള വീഴ്ചകളായിരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന യോനി ഭാഗങ്ങളിലൊക്കെ മുളക് പൊടി തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നതെന്ന് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടേത് അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള അമ്മമാരുടെയൊക്കെ നിലനിൽപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് ഒരുപാട് അന്വേഷണങ്ങൾ വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അറിയാവുന്ന ഈ പറയുന്ന മറ്റുള്ളവർ പറയുന്നതിലപ്പുറത്തേക്ക് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും മറ്റും അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ആദ്യ ഭാഗം എന്ന് പറയുന്നത്. പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ദൂര സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഈ കണ്ണൂർ ഭാഗം അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ ഉള്ള ഭാഗത്തുള്ള കുട്ടികൾ ട്രിവാൻഡ്രത്തേക്ക് വന്ന് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിലേക്കൊക്കെ വന്ന് പഠിക്കാറുണ്ട്. അപ്പം ഇവിടെയൊക്കെ കൃത്യമായിട്ട് ചില സെൻറ്ററുകൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പല സ്ഥലത്തും. അത് പലപ്പോഴും ഈ പറയുന്ന മതവുമായിട്ടൊക്കെ ചേർന്ന് അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അല്ലാത്ത സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ എങ്ങനെയാണ് ഈ പറയുന്ന കാറ്റഗറി തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും രക്ഷിതാക്കൾ അത്രയും സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടു ചേർക്കുന്നത്. അപ്പം അവരുടെ ഈ പറയുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അവർക്ക് മാസം തോറുമുള്ള തുക, അതിലപ്പുറത്തേക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോകാനുള്ള തുക കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇതിലപ്പുറത്തേക്ക് ഒരു തരത്തിലും പഠിക്കാൻ കഴിവുണ്ട്, എന്നാൽ ഈ പറഞ്ഞ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ ഹോസ്റ്റൽ ഫീസ് അടക്കം കൊടുത്ത് നിൽക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികൾ ഇതുപോലുള്ള ഈ ചാരിറ്റി അങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ നിൽക്കാറുണ്ട്, പഠിക്കുന്നതിന് വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഫ്രീ ആയിട്ടാണ് ഇവർ നിർത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലയിടത്തെങ്കിലും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പല പല പ്രോഗ്രാംസ് കാണും. പലപ്പോഴും ഈ പറയുന്ന വെളിയിൽ നിന്നിട്ടുള്ള ആൾക്കാർ, അത് പ്രത്യേകിച്ച് ഫോറിനിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, നല്ല എമൗണ്ട് സഹായിക്കുന്ന ആൾക്കാരുണ്ട്, കുറേയധികം ആൾക്കാർ വരാറുണ്ട്, സന്ദർശനം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും പ്രോഗ്രാംസും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അവിടെയുള്ള അന്തേവാസികളായിട്ടുള്ള കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ടും പഠിക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ പോകും. അല്ലാത്ത സമയങ്ങൾ ശനി ഞായറൊക്കെ ആയിരിക്കും ഫ്രീ കിട്ടുന്നതെന്ന് പറയുന്നത്. ഈ സമയങ്ങളിലൊക്കെ അവിടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കാണും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്ന പൈസ കൊടുപ്പ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കുറേയധികം പ്രോഗ്രാംസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ്. അതിലപ്പുറത്തേക്ക് ഈ കുട്ടികൾ തന്നെ പലപ്പോഴും അവിടുത്തെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം, ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഈ പറയുന്ന കോളേജുകളിലേക്ക് ഓടേണ്ടി വരുന്ന അവസ്ഥ, ഇത് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ കൃത്യസമയം രാവിലെ ഈ പറയുന്ന 4:30, 5 അല്ലെങ്കിൽ ആ ഒരു ടൈമിനോടൊക്കെ അനുബന്ധിച്ച് അവിടെ ബെല്ലടിക്കൽ, ബാക്കി കാര്യങ്ങൾ, ഇതുമായി സംബന്ധിച്ച കാര്യങ്ങൾ നടന്നതിന് ശേഷം അവിടെ കുറേയധികം കാര്യങ്ങൾ, ഈ പ്രയർ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യോഗ, അതൊക്കെ നല്ല കാര്യങ്ങൾ, മെഡിറ്റേറ്റ്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം കൃത്യമായിട്ട് ഈ ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് ഇത്ര സ്ഥലങ്ങൾ തുടച്ച് വൃത്തിയാക്കുക, തൂക്കുക, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ രാവിലെ മൊത്തം ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം ഈ പറയുന്ന ഫുഡ് കഴിക്കുക, പഠിക്കാൻ പോവുക, തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയും സംഭവിക്കുന്നത് പ്രയർ പോലുള്ള കാര്യങ്ങൾ ഇത്രയും നേരത്തേക്ക് തുടരുന്നു. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്താണ് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അവിടെ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ മറ്റാരും, അതായത് മീൻസ് തുടയ്ക്കുക, വൃത്തിയാക്കൽ, അല്ലെങ്കിൽ കറിക്കരിയൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന അന്തേവാസികളായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് സ്റ്റാഫുകൾ ചിലപ്പോൾ ഒന്നോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായെന്നിരിക്കും. കൃത്യമായി കുട്ടികളെ
ഡിവൈഡ് ചെയ്ത് ഇവർക്കാണ് ഈ പണി കൊടുക്കുന്നതെന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യമാണ്, ഈ പറയുന്ന എം എക്കൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ BA MA ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഓരോ ദിവസവും സെമിനാർ പേപ്പേഴ്സ് ബാക്കി എത്രമാത്രം കാര്യങ്ങളുണ്ടെന്ന് അത് പഠിച്ചവർക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും തികയാത്ത, അല്ലെങ്കിൽ അത്രയും നമുക്ക് ബുക്കുകൾ റെഫർ ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അത്രയും സമയങ്ങൾ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, ഈ ജോലി, ഇത് പ്രെയർ, ബാക്കി കാര്യങ്ങൾ, അതിനകത്തെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പങ്കെടുത്തേ പറ്റൂ, ഇരുന്നേ പറ്റൂ. അത് നിർബന്ധമായിട്ടുള്ള കർശനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ പഠനം എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിലേക്ക് പോകും. അതിലപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം പല കുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ലാത്ത കുട്ടികളാണ്. അതായത് ഈ പറഞ്ഞ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത തരത്തിലേക്കുള്ള ആൾക്കാരെയൊക്കെ മക്കളായിരിക്കും ഇവിടെയൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ. അപ്പം വെളിയിൽ നിന്ന് വരുന്ന ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഒക്കെ വരുന്ന കുറേയധികം ആൾക്കാർ ഡ്രസ്സുകൾ കൊണ്ടുവരാറുണ്ട്. ഒരേ രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കും പലപ്പോഴും കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടെന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഓണത്തിനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ വിളിച്ച് നിർത്താറുണ്ട്. നിർത്തിയതിന് ശേഷം എന്ത് പറയുന്നത്, ക്യൂ അനുസരിച്ച് അല്ലെങ്കിൽ നിർത്തിയിട്ട് ഓരോരുത്തർക്കും അത് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട, ഉറപ്പായിട്ടും എല്ലാവർക്കും ഓരോ കളറുകൾ കാണുമല്ലോ, ഇഷ്ടപ്പെടുന്ന ഓരോ കളറുകൾ കാണും. പക്ഷെ അതൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയില്ല അവിടെ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ക്യൂ അനുസരിച്ചാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് തരുന്നത് ഏതാണോ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ചിലപ്പം ആ നമ്പർ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന കൗണ്ട് പോലും ശരിയാവണമെന്നില്ല. ചിലപ്പം പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ കുട്ടികൾ പകുതി സമയത്തൊക്കെ ആയിരിക്കും വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ചില കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓണത്തിന് വീട്ടിലേക്ക് 2 ദിവസമൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനിടയ്ക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു, കിട്ടാത്ത അവസ്ഥയിലേക്ക് പിന്നെ കിട്ടാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടേ പറ്റും, പിന്നെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കിട്ടുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം അതിലപ്പുറത്തൊക്കെയാണ്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് പോലെ നിങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന പൈസ മുഴുവനായിട്ട് ഈ കുട്ടികൾ നല്ല സന്തോഷത്തിൽ, നിങ്ങളെയൊക്കെ കുട്ടികൾ കഴിയുന്നത് പോലെ അത്രയും സന്തോഷത്തിൽ, അത്രയും ഫ്രീ ആയിട്ട് ബാക്കിയുള്ള ജോലിക്കാരെല്ലാം നിർത്തിക്കൊണ്ട് ആ കുട്ടികൾ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെയൊന്നും അല്ല അവിടെ പല സ്ഥലങ്ങളിലും പോകുന്നതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പണം, ഇതുപോലുള്ള കാര്യങ്ങൾ, അതിന് ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളിലായാലും അത് ആ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവുന്നു എന്നൊരു കാര്യം കൂടി ഏതെങ്കിലും തരത്തിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പണം അത് മറ്റ് പലതരത്തിലേക്കുമായിരിക്കും പോകുന്നതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട്, ആ പെൺകുട്ടിയുടെ പയ്യൻ്റെ അല്ലെങ്കിൽ അവർക്ക് കുട്ടി ജനിച്ചതുമായി ബന്ധപ്പെട്ട മാസത്തെ ചൊല്ലിയുള്ള തർക്കം, അല്ലെങ്കിൽ അത് ചിലർക്ക് മനസ്സിലായതിനെ തുടർന്നാണ് ഈ ഒരു തർക്കം ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, നൂലാമാലകളും തെളിഞ്ഞു വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പയ്യനും പെൺകുട്ടിയും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഒരു കുട്ടി പറഞ്ഞിട്ടുള്ള വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ തന്നെ അന്തേവാസിയായിട്ടുള്ള ഒരു കുട്ടി, അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു കുട്ടി. അപ്പം അവിടെ ഗേറ്റ്, നമുക്കറിയാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഇത്ര സമയത്തിനുള്ളിൽ ഗേറ്റ് പൂട്ടി അടയ്ക്കും, അങ്ങനെയാണ്, ഗ്രില്ലിനുള്ളിലാണ് കഴിയപ്പെടുന്നതെന്ന് പറയുന്നത്. അങ്ങനെ കഴിയപ്പെടുന്ന സമയത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കി ആ പെൺകുട്ടിയെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഈ പറയുന്ന ബന്ധത്തിലേക്ക് പോയതിന് ശേഷം അത് ആ പെൺകുട്ടി പയ്യൻ്റെ അമ്മ അറിയുന്നു മറ്റൊരു തരത്തിലേക്ക്. അങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് ചീത്ത കാര്യങ്ങൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുന്നു. പിന്നെ നിക്കക്കള്ളി ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ കല്യാണം കഴിച്ച് വിട്ടതാണ് എന്നുള്ളൊരു കാര്യമാണ്, വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി തന്നെയാണ് ഇത് പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഇവിടെ പക്ഷേ ആ ഒരു വാർത്ത, ഇവരെ കല്യാണം നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്ത, അച്ഛനും അമ്മയ്ക്കൊന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ അച്ഛനൊന്നും വേണ്ടാത്തൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത പയ്യന് കിട്ടുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റാറ്റസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിരിജ എന്ന് പറയുന്ന വ്യക്തിക്ക്, ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയത്. ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടാണ് ഓരോ ഇൻ്റർവ്യൂസിലും വന്നിരുന്ന അത്രയും നന്മമരം ചുമച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെ പറയുന്ന കാര്യമാണ്, ആ പെൺകുട്ടി ഇഷ്ടമല്ലാതിരുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കല്യാണത്തിന് എന്നിട്ട് നടത്തിയൊരു കല്യാണമാണ്. രണ്ടും കെട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം മോൻ്റെ ജീവിതം ഭാവി അടയും, അറിയാം പോലീസ് കേസ് ആവുമെന്ന്. അപ്പോൾ പിടിച്ചു കെട്ടിക്കുന്നു. പക്ഷെ ഇതുവരെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന കണക്ക്
പോക്സോ കേസ് ശരിയാണത്. പക്ഷേ ഈ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇപ്പം അവർക്ക് ഒരു കുഞ്ഞുണ്ട്, അവരുടെ ജീവിതം ആ പെൺകുട്ടിക്ക് നല്ലൊരു ഭാവിയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിലായാലും. ആ പയ്യൻ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അത്തരത്തിൽ ദുരുപയോഗം ചെയ്തു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ആ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളതെന്ന് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നു. അപ്പം ആ കുട്ടിയുടെ ഭാവി അത് നല്ലതായി തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കാരണം ഒരു കുഞ്ഞുള്ള കാര്യമായതുകൊണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും മാരകമായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളെ, അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളായിട്ടുള്ള കുട്ടികളെ, ഇപ്പോഴുള്ളവരെ, അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ഒരു അമ്മ കരയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറയുന്ന വോയിസ് അടക്കം, അല്ലെങ്കിൽ അമ്മയുടെ വീഡിയോ അടക്കം പുറത്തു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ കിട്ടുന്ന പൈസയൊക്കെ ഏത് വിധത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സ്ത്രീയുടെ ദൂരത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവരുടെ വീട് വയ്ക്കൽ, വണ്ടി വാങ്ങിക്കൽ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ ഫണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത്, ഇവരെ സംരക്ഷിക്കുന്ന സ്ഥലമാവുന്ന സമയത്ത് ഒരുപാട് ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ പറയുന്ന ജീവമാത എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നത്, എല്ലാവരും ആ തരത്തിലുള്ളതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം ഞാനും ഇത്തരത്തിലൊരു സ്ഥലത്ത് നിന്നത് കൊണ്ട് തന്നെ, ഓർഫനേജ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ചാരിറ്റി നടത്തുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിന്നത് കൊണ്ട് തന്നെ നമുക്കറിയുന്ന കാര്യമാണ്, ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ സ്ഥലങ്ങൾ. അത് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഫണ്ടുകൾ ഇതിലേക്ക് തന്നെ അല്ല പോകുന്നതെന്നുള്ള കാര്യം 100% ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് കിട്ടുന്ന തുകയിൽ ഈ പറയുന്ന കണക്ക് അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്താണ്, അവിടെ ജോലിക്കാരെ നിയമിക്കാതിരിക്കുക, അവരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുക, ആ കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട യാതൊരു ഫെസിലിറ്റീസും കിട്ടാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവരിപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അയാളുമായി ബന്ധപ്പെട്ട് കുറേയധികം ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. അപ്പം അയാളെ കാണുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പം കേൾക്കുന്ന വാർത്തയുമായി ചേർത്ത് നിർത്തുന്ന സമയത്ത് എന്തോ ഒരു ഉടായ്പ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി കൊള്ളരുതാത്ത ഒരുത്തനാണെന്ന് പലരും പറയുന്ന സ്ഥിതിക്ക്, അയാളുടെ സ്വഭാവം അത്രയും നല്ലതല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ഓരോ കുട്ടികളുടെയും ജീവന് തന്നെ, അല്ലെങ്കിൽ അവരുടെ മാനത്തിന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. കാരണം അത് തന്നെയാണല്ലോ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇത് എല്ലാ തരത്തിലും ഈ പറയുന്ന കണക്കൊരു പോക്സോ കേസ് ഇപ്പം വിഷ്ണു അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുമായി ചേർന്ന് ആ ഒരു കേസിലേക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കുകയും അവിടുത്തെ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുകയും ആ കുട്ടികളിലേക്ക് തന്നെ ആ കിട്ടുന്ന ഫണ്ടും ബാക്കി കാര്യങ്ങളും അവരുടെ പഠന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഇനി വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ചികിത്സ, അവരുടെ ഫുഡ്, ഈ കാര്യത്തിലൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഇവർ ചെയ്തിട്ടുള്ള ഉടായ്പകളെല്ലാം ലീഗലി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അന്വേഷിച്ച് അതിലപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും നമുക്കറിയാമല്ലോ, കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ഈ പറയുന്ന അതോറിറ്റീസിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ മുൻപിൽ നിന്ന് ഇവരുടെ ഇത് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും പേടിപ്പെടുത്തിയായിരിക്കും അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം ഇവരങ്ങ് പോയി കഴിഞ്ഞാൽ ഈ വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ തന്നെയല്ലോ ഞങ്ങളെന്ന ഒരു പേടി ഭയത്തോടു കൂടി ഒരിക്കലും സത്യം പറയാനുള്ള ഒരു സാധ്യതയില്ല, ഉറപ്പായിട്ടും പറയില്ല. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തിയതിന് ശേഷം ഏറ്റവും രഹസ്യമായിട്ടുള്ള രീതിക്ക് വേണം ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ. മറ്റൊരു തെളിവിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ താമസിക്കുന്ന ഓരോ കുട്ടികളെയും, ഈ പറയുന്ന അമ്മമാരായിട്ടുള്ള വ്യക്തികളെയും ഈ അതോറിറ്റീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിലൊക്കെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഏറ്റവും ശക്തമായിട്ട് ഇടപെടേണ്ട സാഹചര്യം ഇതുപോലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട് കുറേയധികം മരണങ്ങൾ സംഭവിക്കുന്നതുമായിട്ടുള്ള വാർത്ത ഈ പറയുന്ന മീഡിയയ്ക്ക് അത് ഭയങ്കരമായിട്ട് സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള കേസുകളിലൊക്കെ ശക്തമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് സത്യത്തിൽ കേസെടുത്ത് ഇടപെടേണ്ട അത്രയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് സത്യത്തിൽ ഇതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കുട്ടികളുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും പല ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ എത്തിച്ചതിന് ശേഷം സമയം കാണില്ല, പലർക്കും സമയം കാണില്ല, അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാക്കി. പക്ഷേ
ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ആ കുട്ടികളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിലെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് ഉണ്ടാവാൻ ശ്രമിക്കുക. കാരണം അവർക്ക് കൃത്യമായിട്ട് അവർക്ക് തൃപ്തിയാവോളം ആ ഫുഡ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു അവിടെ നിന്നൊന്ന് ഉറപ്പ് വരുത്തുക. എന്നാലല്ലേ ആ പുണ്യം നിങ്ങളിലേക്ക് എത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ ചിലപ്പം ആ കുട്ടികൾക്ക് എത്തില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുത്തതിന് ശേഷം ഇത് അടുത്ത ദിവസത്തേക്ക് അവർ മാറ്റിവെക്കും. ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പക്ഷേ പലപ്പോഴും എനിക്ക് പേടിയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആലോചിച്ച് പോയാൽ ആ കുട്ടികളും പലപ്പോഴും ആരും നോക്കാനില്ലാത്ത കുട്ടികളും കുറേയധികം അമ്മമാരൊക്കെ അല്ലേ അവിടെ താമസിക്കുന്നത്. അപ്പം ഈ ഒരു സ്ഥാപനത്തിന് മറ്റൊരു തരത്തിലേക്ക് അടച്ചുപൂട്ടൽ എന്നൊരു സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്തൊരു കാര്യത്തിലേക്ക് പോകും. അപ്പം ഇത് ഏറ്റവും സേഫ് ആയിട്ടുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുക, നല്ല രീതിക്ക് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു സംഭവമാണ്. ഇതിലപ്പുറത്തേക്ക് ഇവിടെ ആർക്കൊക്കെയാണോ വലിയ തരത്തിലുള്ള ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കാൻ തക്കതായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.